ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ. കാരണം ഇങ്ങനെ നിന്ന് പോവാടോ സ്ഥലത്തൊക്കെ, ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിന്നിട്ട് അവിടെ പോകാൻ തോന്നുന്നില്ല. 150 കിലോമീറ്റർ കൊണ്ട് എത്തുന്ന പറമ്പിക്കുളം വെറും 5 കിലോമീറ്റർ കൊണ്ട് എത്തുന്നതാണ്. ഹലോ മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വ്ളോഗ് എന്ന് പറയുമ്പോൾ നെല്ലിയാമ്പതി സീരീസിലെ 2ാമത്തെ വ്ളോഗാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയമായിട്ട് ഇവിടെ റെസ്റ്റിലാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ഇവിടെ വീട്ടിൽ ഞാൻ ചുമ്മാ എൻ്റെ ഹെൽമെറ്റ് താഴെ വീണു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയാണ്. പിന്നെ അവരുമായിട്ട് കമ്പനിയായി, അവിടെ ഫോൺ ചാർജ് ചെയ്ത് കുറച്ച് സമയം സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ വ്ളോഗ് ഇവിടെ നിന്നായിരിക്കും വൈൻഡപ്പ് ചെയ്ത്. അപ്പോൾ ഇത് 2ാമത്തെ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നെല്ലിയാമ്പതിയിലെ കുറച്ച് അടിപൊളി സ്പോട്ടുകളൊക്കെ കവർ ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു വ്ളോഗായിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ കേശവമ്പാറ, അതുപോലെ ഒരു തൂക്കുപാലമുണ്ട്, ഒരു വാട്ടർഫാൾ ഉണ്ട്. ഇന്നത്തെ ഒരു വ്ളോഗ് ഒരു അടിപൊളി വ്ളോഗാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിലാണ്. ഇതിനിടയിൽ ഇവിടെ പന്നിനെ കണ്ടിന് കേട്ടോ. ഒരു പന്നി ഇങ്ങനെ അതുവഴി ഇങ്ങനെ നടന്നു വന്ന്, പിന്നെ അവിടെ നിന്ന് ഒരു ഏട്ടൻ ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ ആ സമയത്ത് പന്നി ഇതിൽ ഉള്ളിലോട്ട് കയറി ഹൈഡായി നിന്ന്. അപ്പോൾ ഞാനിന്ന് ചുമ്മാ ഇറങ്ങിയാണ്, ഇതുപോലെ വണ്ടി എടുത്ത് ചുമ്മാ നെല്ലിയാമ്പതി പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. ഇങ്ങോട്ട് എൻ്ററായി വരുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ ജംഗ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ജംഗ്ഷനിൽ 2 റൂട്ടുണ്ട്. ഒന്ന് നേരെ പോയാൽ കേശവമ്പാറ വ്യൂ പോയിൻ്റ്, ഒന്ന് ഇതുവഴി വന്നാൽ ഈ തൂക്കുപാലം അങ്ങനെയുള്ള സ്പോട്ട്. അപ്പോൾ ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ ആദ്യം തന്നെ നേരെ കേശവമ്പാറ ആ റൂട്ടായിരുന്നു പോയത്. പക്ഷേ ഈ ഒരു സമയത്ത് ഞാനൊരു ചെറിയ ചേഞ്ച് പിടിച്ച്, മുമ്പ് ഞാൻ വന്നതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാനിപ്പോൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവന്മാരൊക്കെ പോയി ഇതുവരെ സംസാരിച്ചിരുന്നു. വളരെ ചെറിയ പിള്ളേരാണ്. സൈക്കിളൊക്കെ ആയിട്ട് വന്നിട്ട് ഏട്ടൻ ഒറ്റക്കാണ് വന്നത്, ഏട്ടൻ്റെ വീട് എവിടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. നല്ല രസം. ഉള്ളൊരു ഗ്രാമപ്രദേശമാണിത്. ഇങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ ബൈക്കുമായിട്ട് വന്നത്. പാലം കണ്ടിട്ട് ശരിക്കും ഇതുവഴി ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ പാലത്തിൻ്റെ അവിടുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് ബാറ്ററി ലോ ആയത് കണ്ടത്. ആ സമയത്താണ് ഹെൽമെറ്റ് താഴെ പോയത്. അങ്ങനെയാണ് ആ ഒരു വീട്ടിലെത്തിച്ചത്. നോക്കിക്കേ, പരന്ന് കിടക്കുന്ന തേയില വ്യൂ. വാവ്, 360 നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 360 ഞാൻ നമ്മുടെ റമീസിന് കൊടുത്തു, അവനക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ 360 പോയി. ഇനി 360 ഉണ്ടാവില്ല. കുറച്ച് ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനെയുള്ള ഒരു എസ്റ്റേറ്റിലൂടെയുള്ള റൂട്ട്. പിന്നെ ഒരു കാട്ടുവഴി ആയിരിക്കും. നമ്മൾ വന്ന സമയം എന്തായാലും കൊള്ളാം. വാട്ടർഫാൾസിലൊന്നും വെള്ളമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട് പോയേക്കാം. ഇതുപോലുള്ള വഴികൾ ഏകദേശം 10 കിലോമീറ്ററോളം പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. നമുക്കും ജസ്റ്റ് വാട്ടർഫാളിന് അടുത്തോട്ട് പോയി നോക്കാം. വെള്ളം ഇല്ലാത്ത പാറകൾ മാത്രം നമുക്ക് ഈ ഒരു സമയം പോയാൽ കാണാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും നമുക്ക് പോവാം. ഞാൻ മുമ്പ് വന്ന സമയത്ത് അവിടെയൊക്കെ സ്കിപ്പ് ചെയ്ത മീൻസ് അങ്ങോട്ട് പോയിട്ടില്ല. ഇതുപോലെ വാട്ടർഫാള് വെള്ളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ലില്ലി എസ്റ്റേറ്റ്. ഭയങ്കര രസമാണ് കാണാൻ തന്നെ, ഭയങ്കര രസമില്ല ആ ഒരു എസ്റ്റേറ്റ്. ഈ ലില്ലി എസ്റ്റേറ്റിനിടയിലൂടെ ആയിരിക്കും ഇനിയുള്ള കുറച്ച് ദൂരം ഡ്രൈവ്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുമ്പം നല്ല ശ്രദ്ധിക്കണം കേട്ടോ, പന്നികളുണ്ടാവും. ഞാൻ നേരത്തെ ഇത്രയും കാലം ഞാൻ ആ കാര്യം ഒന്നും മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ കൺമുന്നിൽ കണ്ട കാര്യം നിങ്ങളോട് പറയാമെന്നുള്ള കാര്യമാണ്. ഇതേ ഒരു അനദർ സ്പ്ലെൻഡർ പോയി. വാവ് ഗായ്സ്, ഇതാണ് കേട്ടോ ആ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇപ്പം. മഴക്കാലം അല്ലാത്തത് കൊണ്ട്, മഴക്കാലം ആകുമ്പോഴാണ് ഇതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫ്ലോ തോന്നുക. ഇതുപോലെ ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്. ഈ ഒരു ഒഴുക്കിൻ്റെ ബാക്കി സൈഡിലാണ് അപ്പുറത്ത് ആ ഒരു തൂക്കുപാലൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് ഇനി റോഡില്ല കേട്ടോ, എൻ്റാണ്. കുറച്ച് ദൂരം ഞാൻ അങ്ങോട്ട് പോയി നോക്കി, അതൊരു എന്താ പറയുക മോശം റോഡായി ഇങ്ങനെ വരികയാണ്. മേലോട്ടൊക്കെ ഇങ്ങനെ ഒരു ചെറിയ വഴി പോലെയൊക്കെ ഉണ്ട്, പക്ഷേ ഒരു മോശം റോഡായി ഇങ്ങനെ വരുന്ന കാരണം ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗോപ്രോയിലെ ചാർജ് കഴിഞ്ഞു, അതുപോലെ പവർ ബാങ്കിലെയും ചാർജ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള വ്ളോഗെല്ലാം ഇതുപോലെ എടുക്കേണ്ടി വരും. അതെന്തായാലും നമുക്കിനി ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. ഇവിടെ ഈ ഒരു വെള്ളച്ചാട്ടം ഇതിൽ ഇറങ്ങാൻ ഒന്നും കംഫർട്ടബിൾ അല്ല, പക്ഷെ അവിടെ ഒന്നുകൂടെ കംഫർട്ടബിൾ ആണ്. അവിടെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ടുണ്ട്. ഇവിടെ കംഫർട്ടബിളൊക്കെ തന്നെയാണ്, പക്ഷെ അവിടെ ഇറങ്ങാമെന്നുള്ളൊരു എന്താ പറയുക ചിന്താഗതിയിൽ ഞാൻ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് കൈയും കാലൊക്കെ കഴുകി ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഫുഡെല്ലാം കഴിച്ച് സമാധാനത്തിൽ അടുത്ത സ്പോട്ടിലോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ കാരപ്പാറ ആ ഒരു തൂക്കുപാലത്തിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. മുടി എന്തൊക്കെയോ ഒരു വൃത്തികേട് പോലെ കേട്ടോ. കാരണം ഞാൻ ഈ പ്രാവശ്യം മുടി കെട്ടിപ്പം കൂടുതലായിട്ട് അറിയാണ്ട നല്ല രീതിക്ക് ചെറുതാക്കി പോയി. അതുകൊണ്ടൊരു വൃത്തിക്ക് നിൽക്കുന്നില്ല മുടി.
അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്യാപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാണ്. മൈക്ക് ഇതേ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഫാമിലീസൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ അടിപൊളി സ്പോട്ടാണ്. ഞാൻ വണ്ടി ഇതേ അവിടെ നിർത്തിയിട്ട് അതുവഴി ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. നമ്മൾ വണ്ടി ഇവിടെ നിന്ന് കാണുന്നുണ്ടോ? ഇല്ല. കടലൊക്കെ വാങ്ങിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. ഇപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പോയില്ല കുളം. അതിനെക്കാട്ടിലും ഒന്നുകൂടി ഇറങ്ങാനൊക്കെ ഒന്നുകൂടി കംഫർട്ടബിൾ മീൻസ് നല്ല രസമാണ്. പാറയിലിരുന്ന് ഇങ്ങനെ വെള്ളത്തിലോട്ട് കാലിട്ട് ഇങ്ങനെ ഇരിക്കാൻ, ഫാമിലീസൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു വൈബുള്ളൊരു സ്പോട്ടാണ്. അങ്ങോട്ടേക്ക് ചെല്ലാം. കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇവിടെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ പോവാം. ഇതേ അതാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതുവഴി വഴിയുണ്ട്. അപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ എന്താ പറയുക 150 കിലോമീറ്റർ കൊണ്ട് എത്തുന്ന പറമ്പിക്കുളം വെറും 5 കിലോമീറ്റർ കൊണ്ട് എത്തുന്നതാണ്. പക്ഷേ ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫോറസ്റ്റാണ്, പോകാൻ പറ്റില്ല. ഇതുവഴി പോവുകയാണെങ്കിൽ ആതിരപ്പള്ളി വായച്ചാലിലോട്ടൊക്കെ വെറും 15 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അടുത്താണ്. നമ്മൾ ഈ ഒരു വട്ടവട കണ്ടല്ലോ, വട്ടവടയിൽ നിന്ന് ഏതേനി കൊടൈക്കനാൽ സൈഡിലോട്ടൊക്കെ അങ്ങനെയുള്ളൊരു പോയിൻ്റ് ഉണ്ടല്ലോ. വട്ടവടയിൽ നിന്ന് എന്താ പറയുക കൊടൈക്കനാൽ എത്തുന്ന ഒരു പോയിൻ്റ്, ഒരു ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ, നടന്നിട്ടൊക്കെ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, എൻട്രി അലോഡല്ല. പക്ഷേ ചെറിയ ദൂരമേ ഉള്ളൂ ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ടെല്ലാം. അപ്പോൾ ഞാൻ അതുവഴി ഇറങ്ങി താഴെ പോവാണ്. കാലും വെള്ളത്തിലിട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. നല്ല രസമുണ്ട്, നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ബൈ പറഞ്ഞ് പോവാണ്. അല്ല, നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയും ഒരു വ്യൂ പോയിൻ്റ് ആൻഡ് കുറച്ച് ട്രക്കിങ്ങൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ്. ഈ ഒരു എന്താ പറയുക ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടി പോയിട്ട് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ഫാൾസ്. അപ്പോൾ ആ ഒരു ഫാൾസിലോട്ട് മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അടിപൊളിയാവും വന്നു കഴിഞ്ഞാൽ. ഈ ഒരു തായ് ഭാഗത്തായിട്ടാണ് ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ നമ്മളിനി നേരെ നെക്സ്റ്റ് ലൊക്കേഷൻ പിടിക്കാൻ പോവാണ്. ഗായ്സ് എന്ത് രസം നോക്കിക്കേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു ട്രിപ്പിൽ എന്ന് പറയുമ്പം നമ്മൾ ലൊക്കേഷനൊന്നും മെയിൻറ്റെയിൻ ചെയ്യാട്ടോ. ഇപ്പോൾ തുടക്കത്തിലൊക്കെ നല്ല പൂതിയുണ്ടായിരുന്നു ലൊക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതായത് ലൊക്കേഷൻ കറക്റ്റ് വിചാരിച്ച ലൊക്കേഷനൊക്കെ പോകാൻ. പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാൻ വിചാരിച്ച ലൊക്കേഷൻ മൊത്തം ഞാൻ പോകും. ഇത് എൻ്റെ ഒരു വാശിയാണ്. എന്തായാലും വിചാരിച്ച ലൊക്കേഷൻ മൊത്തം പോകണം എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് സമയമുണ്ട്. പക്ഷേ ലാസ്റ്റ് കുറച്ച് സംഭവം എന്താ പറയുക വേണമെങ്കിൽ ആഡ് ചെയ്യാന്ന് വെച്ച് കുറച്ച് സംഭവം ഉണ്ട്. അത് മിക്കവാറും ആഡ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു പോക്ക് പോവാണെങ്കിൽ. കാരണം ഇങ്ങനെ നിന്ന് പോവാടോ സ്ഥലത്തൊക്കെ, ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിന്നിട്ട് അവിടെ പോകാൻ തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ ഈ വളവളി ചെന്നപ്പം എനിക്ക് ഒരു വ്യൂ ഇഷ്ടപ്പെട്ട് ഞാൻ അവിടെ വണ്ടി നിർത്തി ഫോട്ടോഷൂട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. ഇതന്നെ സംഭവം. ഇങ്ങനെ ഫുഡും കൂടി കഴിച്ചിട്ടില്ല. ഫുഡ് ഞാൻ പിന്നെ കഴിക്കണമെന്ന് വെച്ചാണ്. ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടേനി. പക്ഷേ എന്ത് രസമല്ലേ, നല്ല രസമുണ്ട്. ഈ ഒരു എന്തേലും പേര് ലക്ഷ്മി അല്ല വേറെ എന്തോ ഒരു പേരാണ്. എസ്റ്റേറ്റ് ഭയങ്കര മറവിയാട്ടോ ഈടായിട്ട്. എന്താണ് സംഭവം, എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ മറക്കും. അപ്പം അങ്ങനത്തെ ഒരു പോക്കാണ് പോകണത് ലൈഫ്. എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു സംഭവം, ഈ ഒരു എസ്റ്റേറ്റ്. എന്താ പറയുക ഓരോ സൈഡ് നോക്കുമ്പോഴും ഭയങ്കര വ്യൂ നോക്കിക്കേ. കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ എന്താ പറയുക കേശവൻപാറ വ്യൂ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കുള്ള 20 റുപ്പീസിൻ്റെ ഒരു എൻട്രി പാസ് ഉണ്ട്. അതൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. വ്യൂവിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും നല്ല വ്യൂ കാണാൻ പറ്റും വെയിലുള്ളത് കാരണം എന്താ വെച്ചാൽ കോടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ആളുകളുണ്ട് കേട്ടോ, അത്യാവശ്യം ആളുകളുണ്ട്. ഇവിടെ മുമ്പ് വന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സീതാർകുണ്ട് വ്യൂ പോയിന്റ്. നല്ല അടിപൊളി വ്യൂ ഉണ്ട് താഴോട്ട്. അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല. കോട നൈസായിട്ടുള്ളൊരു കോടൻ്റെ ഒരു ഷെയ്ഡുണ്ട്. താഴോട്ട് നോക്കിയാൽ മനസ്സിലാവും.
വൃത്തിക്ക് കാണുന്നില്ല, ചെറിയൊരു രീതിക്കുള്ള കോടൻ്റെ ഒരു ഇച്ചിരി ഷെയ്ഡ് ഉണ്ട് കണ്ടോ, നൈസായിട്ടുള്ള. താഴെ ഏതാ കൊല്ലങ്കോട് ആ ഒരു സൈഡിൻ്റെ ഒക്കെ ഒരു വ്യൂ ആയിരിക്കും. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മരം ഉണ്ട് കേട്ടോ, അത് കുറച്ചുകൂടെ മുകളിലാണ്. ഉണ്ട് ലൊക്കേഷൻ എങ്ങനെയുണ്ട്, ഭയങ്കര തിരക്കാട്ടോ. ഞാൻ നാളെ വന്ന സമയത്ത് തിരക്ക് കുറച്ച് കുറവുണ്ടേനി, എന്നാലും വലിയ കുറവൊന്നുമില്ല. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ, ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരും എന്താ പറയുക വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അധികം ആളുകളും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കെന്തായാലും പോവാം. നമുക്ക് പോത്തുണ്ടി ഡാം കയറണം. അത് ഞാൻ വന്നിട്ട് ഇതുവരെ കയറിയിട്ടില്ല ആ ഒരു ഡാം. അപ്പോൾ അവിടെ എന്തായാലും കയറണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ളൊരു പൊസിഷനാണ്. അയ്യോ, ഇപ്പോൾ ഡാമിൽ 6:30 വരെ എൻട്രി ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ഇല്ല. പിന്നെ താഴെ എന്തൊക്കെയോ പരിപാടീസ് ഉണ്ട് കണ്ടോ. അപ്പോൾ അവിടെ ഒന്നും ഞാൻ എന്തായാലും നിൽക്കില്ല. എനിക്ക് അങ്ങനത്തെ പരിപാടീസ് വലിയ താല്പര്യമില്ല. ഉത്സവമൊക്കെ ആണെങ്കിൽ തിരക്കിടില്ല, തുള്ളാൻ കിടന്ന് എന്താ പറയുക പാട്ടിനൊപ്പം. പക്ഷേ ഇത് പിള്ളേരുടെ കുറേ പരിപാടി അങ്ങനത്തെ ഒക്കെ സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതുപോലെ കാലിയാവുന്നുണ്ട്. സൺസെറ്റിൻ്റെ ആ ഒരു എന്താ പറയുക വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ആ ഒരു റെഡിഷ് ആയിട്ടുള്ള വ്യൂ അങ്ങനെയുണ്ട്, അത് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡാമോട് കൂടി അവസാനിക്കാൻ പോകണം. ഇനി ഞാൻ നേരെ നാട്ടിലോട്ട് പോവാണ്. അതായിരിക്കും ചിലപ്പോൾ, ഉറപ്പില്ല. ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് അടുത്ത വ്ളോഗായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് എടുക്കുവാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.